ക്രാബ് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ക്രാബാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ ടൈപ്പാണ് കേട്ടോ. ഇത് ചെറുതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഇതിൽ രണ്ടിലും ദശയുണ്ട്. ഇതിലൊന്നും അത്ര ദശ ഉണ്ടാവില്ല. ഇതൊന്നും ആരും യൂസ് ചെയ്യാറില്ല. ഇതിങ്ങനെ ജസ്റ്റ് പിരിച്ചെടുക്കാം. ഇങ്ങനെ പിരിച്ചെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോരും. ഇതെല്ലാം നമ്മൾ കളയുന്ന കേട്ടോ. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യൂല. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക. അപ്പം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ വിടിയിക്കണം. എന്നിട്ട് ഇതിലേക്ക് കത്തി ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വിടിയിച്ചെടുക്കാൻ പറ്റും. അതായത് ഈ തോടിൽ നിന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വിട്ടുപോരും. ഇതിൻ്റെ ഇത് പൂവെന്നാണ് പറയുന്നത്, ഞണ്ടിൻ്റെ. ഈ സാധനം എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. പിന്നെ അകത്തുള്ള ഈ വേസ്റ്റും നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഇത് ജസ്റ്റ് പൈപ്പ് തുറന്നിട്ട് അതിന് താഴെ പിടിച്ചാൽ ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഇവിടെ പൈപ്പ് ഇവിടെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നത്. ക്യാമറയും കൂടെ ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പാടാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഇത് ഞാനിനി ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ താഴെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യും. ഇങ്ങനെയാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ കറിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിത് ഫുള്ളായിട്ട് ഇടില്ല, കാരണം ഇതിലേക്കെല്ലാം മസാല പിടിക്കില്ല. അതുകൊണ്ട് ഞാനിത് 2 പീസാക്കും. 2 പീസാക്കിയിട്ട് ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും. ഇത്രയും മാത്രമേ നമ്മളൊരു ഞണ്ടിൽ നിന്ന് എടുക്കുകയുള്ളൂ. പിന്നെ ആ കാലെടുക്കും. പിന്നെ ഭാഗത്തെ ആ തോടും സംഭവങ്ങളും കളഞ്ഞിട്ടെടുക്കും. ഇനി കാല് ഇതുപോലെ തന്നെ 2ആയിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും അകത്തേക്കൊന്നും മസാല പിടിക്കില്ല. ഇതുപോലെ തന്നെ ഇടാം. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ചുണ്ട് ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര പാടായിരിക്കും നമുക്ക്. കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്തൂടെയൊക്കെ മസാല കയറി കറി നല്ല ടേസ്റ്റി ആകും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതും അതുപോലെ തന്നെ പൊട്ടിക്കുക. ഇതതുപോലെ തന്നെ ഇടാം. ഇതിൻ്റെ ചുണ്ടുഭാഗം കട്ട് ചെയ്യുക. കുറച്ച് കട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ കത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ വെച്ച് ഇങ്ങനെ പൊട്ടിക്കുവാണെങ്കിൽ നല്ലതാണ്. എൻ്റെ ഇപ്പോൾ കത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കത്തി കൊണ്ട് ചെയ്യുന്നത്. ഇതും ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ പിടിക്കുക. ഇതെല്ലാം ഇങ്ങനെ ഉരിഞ്ഞെടുക്കുക. സൂക്ഷിക്കണം കേട്ടോ. ഇതിന് ഈ അറ്റത്തൊക്കെ ഒരു മുള്ളു പോലുണ്ട്. അതൊന്നും കയ്യെ കൊള്ളാതെ സൂക്ഷിക്കണം. ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് നല്ല കാൽസ്യമാണെന്നാണ് പറയുന്നത്. ചില ആൾക്കാരൊന്നും ഞണ്ട് കൂട്ടത്തിൽ നീട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്ന് ഇതാക്കിയിട്ടൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. തോട് വിട്ട് കിട്ടും. ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. വാഷ് ചെയ്യുമ്പം മറക്കല്ലേ കേട്ടോ, ശ്രദ്ധിക്കണം. പൈപ്പിൻ്റെ ചോട്ടി വെച്ചിട്ട് ഇതിങ്ങനെ പൈപ്പിൻ്റെ ചോട്ടി നമ്മളിപ്പോൾ കട്ട് ചെയ്യില്ല. അപ്പോൾ പൈപ്പിൻ്റെ ചോട്ടി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിനകത്ത് വേസ്റ്റ് എല്ലാം മാറിക്കിട്ടും. നന്നായിട്ടിത് ഉപ്പും വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. കാലെടുത്തിട്ട് മുറിക്കുക. ഇതിൻ്റെ ആദ്യം ഈ വിട്ട് വരുന്ന ചുണ്ടോ ആ ഭാഗം അത് റിമൂവ് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുക. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു പാടുമില്ല ഇത് വൃത്തിയാക്കിയെടുക്കാനായിട്ട്. ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുമായിരുന്നു ഞണ്ട് വരുമോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകുന്ന കേട്ടു. അപ്പം ഞാൻ ചാടി നിന്ന് മേടിച്ചതാണ്.
എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാനായിട്ട്. പിന്നെ ഞങ്ങളും കുറച്ച് നാളായിരുന്നു കൂട്ടിയിട്ട്, അപ്പം ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഞണ്ട് വരുവാണെങ്കിൽ വാങ്ങിക്കണേന്ന്. ഇന്ന് വാങ്ങിച്ചു, നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ ഷൂട്ടിംഗ് നടക്കും, നമുക്ക് കഴിക്കാനും പറ്റും, എല്ലാം നടക്കും. ഞാനിപ്പോൾ ഒരു 2-3 ക്ലീൻ ചെയ്തെടുത്താൽ ഇതുപോലെ ഞാൻ മുഴുവൻ ഞണ്ടും ക്ലീൻ ചെയ്തെടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഞണ്ട് 1/2 കിലോ ഞണ്ടായിരുന്നു. അത് നല്ല കഴുകി വെട്ടി നല്ല കഴുകി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഒരു അഴുക്കും ഇല്ല, ഇതിനകത്ത് വിനാഗിരിയും ഉപ്പും എല്ലാം ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാം. Subscribe now and press the bell icon. Never miss an update.